യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ ഈ കൺവെൻഷനിൽ ഇന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായി എത്തിച്ചേർന്നിട്ടുള്ളത് തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോർജ് ഞരളക്കാട്ട്. പിതാവ് നമ്മോട് വചനം പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഹൃദയം തുറന്ന് വലിയ സ്നേഹത്തോടെ പിതാവിനെ വേദിയിലേക്ക് സ്വീകരിക്കാം. പിതാവിലൂടെ ദൈവം തരുന്ന വചന സന്ദേശം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ വചനം ബ്രദർ സാബുവിലൂടെയും ബന്ധപ്പെട്ടവരിലൂടെ നിങ്ങൾ കേട്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവനെ നമ്മൾ പങ്കാളികളാണ്. കർത്താവിനോടൊപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയിരിക്കുകയാണ്. ഈശോയോടൊപ്പം നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചതിലൂടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിലുള്ള ജന്മഭാവവും ഒപ്പം നമ്മൾ പ്രായപൂർത്തിയായിട്ടാണ് സ്നാനം സ്വീകരിച്ചതെങ്കിൽ നമ്മളിലുള്ള കർമ്മഭാവവും നീക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ പങ്കാളികളായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആലയങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് എപ്പോഴും പൗലോസിക നമ്മെ ഓർമ്മപ്പെടുത്തും, ഈ ദൈവത്തിൻ്റെ ആലയത്തെ നമ്മൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം എന്ന കാര്യം. ഇങ്ങനെ കർത്താവ് നമ്മളിൽ വന്ന് വസിച്ചു. അവിടെ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്കറിയാം, ക്രൈസ്തവ സഭയിൽ, കത്തോലിക്ക സഭയിൽ ഒത്തിരിയേറെ മാർഗങ്ങൾ നമുക്ക് തരുന്നു. നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകളൊക്കെയും നമ്മൾ വിശുദ്ധീകരിക്കുന്നവയാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, ഏതെങ്കിലും വിധത്തിൽ തമ്പുരാനിൽ നിന്ന് അകന്നു പോകുമ്പോൾ കുമ്പസാരം എന്ന കൂദാശ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും കർത്താവുമായിട്ട്, ത്രിത്വൈക ദൈവവുമായിട്ട് ഐക്യപ്പെടുവാൻ നമുക്ക് കഴിയുന്നു. വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മൾ വീണ്ടും. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ മാത്രമല്ല പരിശുദ്ധാത്മാവിനെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് ബലം പകരുന്നു, ശക്തി പകരുന്നു. തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്,
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഇപ്പം കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കണം, വചനം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വചനത്തോടുള്ള താല്പര്യം, വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, അതിലൂടെ നമ്മുടെ വിശുദ്ധീകരണമാണ് നടക്കേണ്ടത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ നമുക്കറിയാം. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ത്യാഗപ്രവർത്തികൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴൊക്കെയും വിശുദ്ധി വളരുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കുന്നതിൻ്റെ വലിയൊരു ഏജന്റ്, വലിയൊരു ഉപകരണം എന്ന് പറയാവുന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും അത് പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവമാണ് നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത്. നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ജന്മം നൽകിയതും ആ ജന്മത്തിൽ നമ്മുടെ ജീവനിൽ ഇന്നും നമ്മളെ സ്ഥിരതയോടെ നിർത്തുന്നതും പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവിടുന്ന് നിത്യ പരിപാലകനാണെന്ന് നമ്മൾ പറയും. സൃഷ്ടാവും പരിപാലകനുമായ ദൈവമാണ്. തമ്പുരാന്റെ കൃപയിലും ജീവനിലും സത്തയിലും ഒക്കെ പങ്കാളികളായ നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ തെറ്റ് ചെയ്ത് അവിടുത്തെ പക്കൽ നിന്ന് അകന്നു പോയപ്പോൾ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മൾ നിത്യരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതന് നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ തിരുവചനം നമുക്കറിയാമല്ലോ. തന്റെ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട്, നിത്യം നമ്മുടെ കൂടെ വസിക്കുവാനായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട്, കൂദാശകൾ നമുക്കായി തന്നുകൊണ്ട് കർത്താവായ ഈശോ നമ്മുടെ രക്ഷകനായി മാറി. അവിടുന്ന് നമുക്ക് രക്ഷകനാണ്. രക്ഷിക്കുന്ന ദൈവം കർത്താവായ ഈശോയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ, വേറെ ആരും നമുക്ക് രക്ഷകന്മാരില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ പലരുടെയും പിന്നാലെ നമ്മൾ പാഞ്ഞു പോകാറുണ്ട്. പക്ഷെ തമ്പുരാന് മാത്രമേ, കർത്താവായ ഈശോയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ആരെങ്കിലുമൊക്കെ നമുക്ക് സൗഖ്യം തരാൻ ഉപകരണമായാലും അവർക്കൊക്കെ ആ സൗഖ്യം ലഭിക്കുന്നത് കർത്താവിൻ്റെ ആ ശക്തിയുടെ ബലത്തിൽ, അത് കർത്താവായ ഈശോയിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. വിശുദ്ധീകരിക്കുന്ന കർമ്മം പിതാവായ ദൈവം ഏൽപ്പിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധീകരണ വിഷയം എടുത്തിരിക്കുന്ന ഈ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറച്ചൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. പരിശുദ്ധാത്മാവിനെ പറ്റി എല്ലാ സുവിശേഷങ്ങളും ലേഖന ഭാഗങ്ങളും ധാരാളം പറയുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനെ എടുത്തു പറഞ്ഞിരിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. എല്ലാ സുവിശേഷങ്ങളും എഴുതപ്പെട്ടത്, തിരുവചനം തന്നെയും എഴുതപ്പെട്ടത് ആത്മാവിൻ്റെ പ്രേരണയാലാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, മനുഷ്യനോടൊപ്പം പരിശുദ്ധാത്മാവുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയാറുണ്ട്. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തെ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്ന സുവിശേഷം ലൂക്കായുടേതായതുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈശോയുടെ ജീവിതം മുഴുവൻ ആത്മാവുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നു. ഈശോയുടെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് നമുക്കറിയാമല്ലോ. ക്രിസ്മസിന്റെ കാലം കഴിഞ്ഞേ ഉള്ളൂ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, അല്ലെ, നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ, നീ ഒരു പുത്രന് ജന്മം നൽകാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അത് മനസ്സിലായില്ല. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് ആവസിക്കും, പരിശുദ്ധാത്മാവിനാലായിരിക്കും നീ ഗർഭിണിയാകുന്നത്. അപ്പൊ ഈശോയുടെ ജനനം തന്നെ ആത്മാവിനാലാണ്, പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഒക്കെ ആത്മാവ് നിറഞ്ഞ മനുഷ്യരായിരുന്നു. അവർ മാത്രമല്ല, ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല മനുഷ്യരും ആത്മാവ് നിറഞ്ഞവരായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ചാർച്ചക്കാരിയായി എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ അങ്ങോട്ട് ആ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് ലൂക്കായുടെ സുവിശേഷം പറയുന്നുണ്ട്. എലിസബത്തിന്റെ ഭവനത്തിൽ മറിയം കടന്നു ചെന്നപ്പോൾ സംഭവിച്ച കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എലിസബത്തും എലിസബത്തിന്റെ ഉദരത്തിലെ ശിശുവും ആത്മാവിനാൽ നിറഞ്ഞവളായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണം, ആത്മാവ് നിറഞ്ഞ അമ്മ ആത്മാവിനെ കൊടുക്കുന്ന ഒരു ഉപകരണമായി മാറി.
ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ തിരുവചനം ഓർക്കാൻ നമുക്ക് കർത്താവ് പറയുക, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് പാനം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അപ്പൊ ദാഹിക്കുന്നവനിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വസിക്കും. മാത്രമല്ല, അവനിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി പരിശുദ്ധാരൂപി ഒഴുകുമെന്ന് അറിഞ്ഞിരിക്കുന്നത്. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് നടക്കാവുന്നതാണ്, നടക്കേണ്ടതുമാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈശോയുടെ ജീവിതത്തിന്റെ ആരംഭം തന്നെ ആത്മാവ് നിറഞ്ഞ ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഈ പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യേശുപിതാവിന് ഈശോയെ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ ശങ്ക വന്നു. പക്ഷെ ശങ്കിക്കേണ്ട, അവളെ സ്വീകരിച്ചോളാൻ പറഞ്ഞത് സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവാണ്. ആത്മാവ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് യൗസേപ്പിതാവും മാതാവും പിന്നീട് പ്രവർത്തിച്ചിരുന്ന് നമുക്കറിയാൻ സാധിക്കും. ഈശോയുടെ ബാല്യകാലം കഴിഞ്ഞ് അവിടുത്തെ രഹസ്യ ജീവിതവും കഴിഞ്ഞ് പരസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോ മാമോദിസ സ്വീകരിക്കാനായിട്ട് യോർദാനിലേക്ക് പോവുകയാണ്. ധനഹ എന്ന് പറഞ്ഞാൽ ആവിഷ്കരണമാണ്, വെളിപ്പെടുത്തലാണെന്ന് ആ വാക്കിന്റെ അർത്ഥം. ഈശോയുടെ മാമോദിസയിലൂടെ അത് തുടങ്ങുന്നത്. ഈശോ മാമോദിസ സ്വീകരിക്കാൻ പോയ കാര്യം ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് യോർദാൻ നദിയിൽ ചെന്നു സ്നാപക യോഹന്നാനിനെ സ്നാനം സ്വീകരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നു. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയുടെ മാമോദിസ വേളയിൽ നടന്ന അതേ സംഭവമാണ് നമ്മുടെയൊക്കെ മാമോദിസ വേളയിൽ നടന്നത്. കാരണം നമ്മൾ മാമോദിസ സ്വീകരിക്കുമ്പോഴും ഈശോയെ പോലെ തന്നെ നമ്മൾ ഈശോയുടെ ജീവനിലും ഈശോയുടെ മരണത്തിലും ഈശോയുടെ ഉത്ഥാനത്തിലും പങ്കാളികളാവുകയാണ്. അത് റോമാക്കാർക്കുള്ള ലേഖനത്തിലും ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിലും പൗലോസിക വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതുപോലെ നമ്മുടെ മേലും എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഈശോയെ നോക്കി പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും നോക്കി പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാ, ഇവൻ എൻ്റെ പ്രിയപുത്രിയാണ്. നമ്മുടെ മനസ്സിലത് എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി. ആ ഓർമ്മ നമുക്കുണ്ടെങ്കിൽ ആ പുത്രസ്ഥാനത്ത് നിന്നും ആ പുത്രിസ്ഥാനത്ത് നിന്നും നമ്മൾ മാറിപ്പോവുകയില്ല. ആ കൃപയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണല്ലോ ചാവറയച്ചൻ പറഞ്ഞിട്ടുണ്ട്, മാമോദീസയിലൂടെ എനിക്ക് കൈവന്ന ആ ദൈവകൃപ ഞാൻ ബോധപൂർവം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. മാമോദീസയിലൂടെ എനിക്ക് കിട്ടിയ ആ ദൈവകൃപ, വരപ്രസാദം എൻ്റെ സ്വന്തം തെറ്റിനാൽ ബോധപൂർവം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പറയാൻ സാധിക്കില്ലായിരിക്കും. കാരണം നമുക്ക് അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും തെറ്റുകളും വന്നു പോയിട്ടുണ്ട്. കർത്താവിനോട് മാപ്പി ചോദിക്കാം. അതെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മൾ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ ആ മാമോദീസയിലൂടെ നമുക്ക് കിട്ടിയ ദൈവകൃപയിൽ എപ്പോഴും ജീവിക്കുവാൻ വ്യാപരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. മാമോദീസ സ്വീകരിച്ച ഉടനെ എന്താ സംഭവിക്കുന്നത് ഈശോയുടെ ജീവിതത്തില്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആരംഭത്തിൽ നമ്മൾ കാണുക, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനായിട്ടാണ്? ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പരീക്ഷിക്കപ്പെടാനുമായിട്ടാണ് കൊണ്ടുപോയത്. അവിടെ 40 ദിവസത്തെ ഉപവാസത്തിന്റെ അവസാനത്തിൽ പിശാച് വന്ന് ഈശോയെ പരീക്ഷയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. ആ പരീക്ഷണത്തെ ഒക്കെ ഈശോ അതിജീവിച്ചു. വചനത്തിന്റെ ശക്തി കൊണ്ടും ആത്മാവിന്റെ കൃപ കൊണ്ടുമാണ്. ഉപവാസവും പ്രാർത്ഥനയും പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ ഈശോ ആത്മാവ് നിറഞ്ഞ് നസ്രത്തിലേക്ക് മടങ്ങിയെന്ന് ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ വചനം പറയും. 4-ാം അധ്യായം 14-ാമത്തെ വചനത്തില് അവൻ സ്വന്തം നാടായ ഗലീലിലേക്ക് വരികയാണ്. ആത്മാവ് അവനെ സിനഗോഗിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നോക്കി, എന്തൊരു മനോഹരമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. കർത്താവായ ഈശോയെ ആത്മാവ് സിനഗോഗിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടത്തേക്ക് വായിക്കാൻ പുസ്തകം കൊടുത്തു. പുസ്തകം തുറന്നപ്പോൾ, അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് തുറന്നതാണോ ബോധപൂർവമായിട്ട് ചെയ്തതാണോ, ഏതായാലും കർത്താവ് തീർച്ചയായിട്ടും ബോധപൂർവം തന്നെ ചെയ്തെന്ന് വിചാരിക്കാം. അവിടത്തേക്ക് വായിക്കാൻ കിട്ടിയ ഭാഗം ഏതാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വചനമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതാ വചനം.
അപ്പോൾ പരസ്യ ജീവിതം തുടങ്ങുമ്പോൾ ഈശോ വചനമെടുത്ത് വായിച്ചപ്പോൾ കിട്ടിയതും അതേ വചനമാകും. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് പ്രസംഗിക്കുവാനായിട്ട് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് അവിടെ തന്നെ നിയോഗിച്ചിരിക്കുക. അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനായി എന്നെ നിയോഗിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർക്ക് ഇതെല്ലാം സാധിക്കും. നമ്മളിപ്പോൾ ഈ കൺവെൻഷൻ വേളയിൽ ബ്രദർ സാബുവിലൂടെ ദൈവത്തിൻ്റെ ഓരോ ഇടപെടൽ നടക്കുന്നതും നിങ്ങൾ കണ്ടു, ഞാൻ കേൾക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അതാ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് വചനം പ്രസംഗിക്കപ്പെടുന്നു, അവിടെ രോഗികൾ സുഖമാക്കപ്പെടുന്നു, ഒക്കെ ഓരോ അനുഭവങ്ങൾ നടക്കുക. അത് ആത്മാവ് നിറഞ്ഞവർക്ക് ലഭിക്കുന്ന കൃപയാണ്. അപ്പൊ നമ്മളും ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഇതേ കൃപ നമുക്ക് ലഭിക്കും. അതാ നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ വിശ്വാസത്തോടുകൂടി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൂടെയും ആ ആത്മാവ് പ്രവർത്തിക്കും എന്നുള്ളൊരു സൂചന കൂടിയാണ്. പ്രിയമുള്ളവർ, ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഈശോയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാവിനാലാ നിയോഗിക്കപ്പെട്ട് നയിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവത്തിലേക്ക് വരാം. അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ ദിവസങ്ങളിൽ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാ പറഞ്ഞത്. പിതാവിന്റെ ഹിതം അറിയാൻ വേണ്ടിയാ, ആരെയെ തിരഞ്ഞെടുക്കേണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഈശോ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് 12 അപ്പസ്തലന്മാരെ ഈശോ തിരഞ്ഞെടുക്കുന്നത്. ആ അപ്പസ്തലന്മാരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുന്നത്, ആത്മാവിനെ പറ്റിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് ഈശോയുടെ ജീവിതത്തിൽ. ഏതാണ്ട് ഈശോയുടെ ജീവിതത്തിന്റെ മധ്യഘട്ടം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഈശോ പ്രതിപാദിക്കുന്നതായി നമ്മൾ കാണും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗങ്ങൾ ഞാൻ പ്രത്യേകിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ വചനങ്ങൾ എടുത്തു വായിക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അന്ത്യ അത്താഴ വേളയിൽ 14, 15, 16, 17 അധ്യായങ്ങളിൽ ഈശോ അപ്പസ്തലന്മാരോട് ഇരുന്ന് ആ സംഭാഷണമാണ് നമ്മൾ കണ്ടത്. തൻ്റെ വിടവാങ്ങലിന് മുമ്പായിട്ട് അപ്പസ്തലന്മാരോട് കൂടി നടത്തുന്ന ആ സംഭാഷണമാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 15 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുക, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. നമ്മൾ ഇന്ന് ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ. അപ്പൊ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകണം. ആ കൽപ്പനകളാകട്ടെ ആരിലൂടെ വന്നാലും നമ്മൾ അനുസരിക്കണം. അത് തിരുവചനത്തിലൂടെ നമുക്ക് കിട്ടിയാൽ, നമ്മുടെ സഭയുടെ അധികാരികളോട് കിട്ടിയാൽ, നമ്മുടെ ആത്മീയ പിതാക്കന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുമ്പോൾ അത് നിറവേറ്റുവാൻ നമ്മൾ തയ്യാറാകണം. ആ കൽപ്പനകൾ, പ്രബോധനങ്ങൾ നിറവേറ്റുന്നതിലൂടെയാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നവരായിത്തീരുന്നത്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. പ്രത്യേകിച്ച് ഓർക്കണം, നമ്മൾ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമാകുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കുന്ന ആ വിളി, ആ കരച്ചില്, ആ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ, ഫലം ചൂടണമെങ്കിൽ കർത്താവിൻ്റെ ഹിതം നിറവേറ്റണം. അതാ പ്രധാനപ്പെട്ട കാര്യം. ഈശോയുടെ ഹിതം അനുസരിച്ച് ജീവിച്ചിട്ട് ഈശോയുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ലഭിക്കും. അതാണ് മത്തായി ശ്ലീഹ പറയുന്നത്, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സംശയവും വേണ്ട, നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവരായിരിക്കും, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായിരിക്കും, ദൈവിക സ്വരം ആരിലൂടെ വന്നാലും അത് സ്വീകരിച്ച് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മളിവിടെ ഓർക്കണം, നമ്മുടെ അധികാരികളുടെ സ്വരത്തെ ധിക്കരിക്കുക, പരസ്യമായിട്ട് അതിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുക, ഇതൊക്കെ ഒരു ആത്മാവിന്റെ പ്രവർത്തനമാണോ? ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഈശോ പറഞ്ഞ എന്താണ്? ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോവുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു സഹായകനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. എത്ര മനോഹരമായ വാക്കാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. തൈലാഭിഷേകത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമുക്കൊരു സഹായകനായിട്ട് നമ്മുടെ കൂടെയുള്ളത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ശല്യക്കാരനാണെന്ന് തോന്നും പരിശുദ്ധാത്മാവ്. കാരണം എന്താണെന്നറിയാവോ? തെറ്റ് ചെയ്താൽ അപ്പോൾ പറയും പരിശുദ്ധാത്മാവ് തെറ്റിപ്പോയി എന്ന് പറയും. അത് ചെറുതാകട്ടെ വലുതാകട്ടെ വീഴ്ച വന്നാൽ പരിശുദ്ധാത്മാവ് അപ്പോഴേ പറയും നിന്റെ പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന് പറയും.
അത് നമ്മൾ പാവമോചന വേളയിൽ, കുമ്പസാര വേളയിൽ ഏറ്റു പറയുന്നത് വരെ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവിടെ ചെന്നിട്ടും അത് പൂർത്തി വെച്ച് സൂത്രത്തിൽ രക്ഷപ്പെട്ടു പോരാന്ന് വിചാരിച്ചാൽ നടപ്പില്ല. പരിശുദ്ധാത്മ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ആൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. അതെപ്പോഴും നമ്മളെ സഹായിക്കും. എന്തിനെല്ലാം സഹായിക്കുന്നത്? പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവല്ലേ? റോമാക്കാർക്കുള്ള ലേഖനം 8:26 പൗലോസ് പറയുക, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പോടെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത്. അവാച്യമായ നെടുവീർപ്പോടെ ആത്മാവാ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും വന്നാൽ പാപമോചനം എന്ന ആ കൂദാശയുടെ പക്കലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നത് പരിശുദ്ധാത്മാവാണ്. ആരോടെങ്കിലും ഒരു വിരോധമുണ്ട്, വെറുപ്പുണ്ട്, നീരസമുണ്ട്, പ്രതികാര ചിന്ത തോന്നിയാൽ അത് വെച്ച് പ്രവർത്തിക്കരുത് മോനെ മോളെ എന്ന് നമ്മളോട് പറയുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുവാൻ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ മോളുടെ പേരിന് ടീന. എവിടെ വീട്? ഇവിടെ തന്നെയാണ്. ഈ ടീന കോട്ടയത്ത് നമ്മുടെ ധ്യാനത്തിൽ, താമസമുള്ളതായ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തിരുന്നു. ഈ മകളുടെ ശബ്ദം അല്ലേ, വോക്കൽ കൂടി ശബ്ദം നഷ്ടപ്പെട്ടു പോയി. പാട്ടുകാരിയാണോ? ശബ്ദം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. അത്ഭുതകരമായിട്ട് വോക്കൽ കോഡ് സൗഖ്യമായി, ശബ്ദം തിരിച്ചു കിട്ടിയ ആ സാക്ഷി നമുക്ക് കേൾക്കാം. ഈശോ എനിക്ക് തന്ന അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് 2016 2015 സെപ്റ്റംബറിൽ ഞാൻ ഷാലോം മാസികയിൽ ഒരു പരസ്യം കണ്ടു. ഷാലോം TV-യിൽ ഗായകരെ ആവശ്യമുണ്ടെന്നൊരു പരസ്യം കണ്ടതിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിച്ചിട്ട് ഒക്ടോബറിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. നന്നായിട്ട് പാടിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശബ്ദം പയ്യെ നഷ്ടപ്പെടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒന്നും സംസാരിക്കാനോ ഒന്നും പാടാനോ ഒന്നും പറ്റുന്നില്ല. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ പുറത്തോട്ട്. അപ്പോൾ എനിക്കിങ്ങനെ മുൻ വർഷങ്ങളിലൊക്കെ പതിവായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളതാണ്. അപ്പം അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് അത് സൗഖ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയിരിക്കുമെന്ന് ഓർത്തു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ. നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആയി. എൻ്റെ ശബ്ദം ഒട്ടും ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും പോയി. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെപ്പാട് സങ്കടത്തിലായി. എൻ്റെ ഈശോ, എനിക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ മാനസികമായിട്ട് വളരെയേറെ തളർന്നു. അങ്ങനെ ഇരിക്കെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ പോകാൻ എനിക്ക് ഇടവന്നു. അവിടെ വെച്ചിട്ട് ഒരു ENT കണ്ടിട്ട് ഞാനും എൻ്റെ ബ്രദറും കൂടി ENT കണ്ട് സ്കാൻ ചെയ്തു. അപ്പം എൻ്റെ വോക്കൽ കോഡ് ചലനശേഷി നഷ്ടപ്പെട്ട് നിർജീവമായിട്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഒരിക്കലും പാടാനോ സംസാരിക്കാനോ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ ചെറിയൊരു കാറ്റ് പോലെ പുറത്ത് വരുന്നുണ്ട്, അത് വേണമെങ്കിൽ നിലനിർത്തി തരാം. അതിന് 50,000 രൂപയോളം ചിലവുണ്ട്. അത് ഇവിടെ ഇല്ല, തിരുവനന്തപുരം ശ്രീചിത്രയിലേ ഉള്ളൂ. അങ്ങോട്ടേക്ക് റെഫർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അത് വിജയിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല, സാധ്യത മാത്രമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും ഇനി പാടാൻ പറ്റത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല, ഇപ്പോൾ ഉള്ള കണ്ടീഷൻ വേണേൽ നിലനിർത്തി തരാം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഞാൻ മാർച്ചിൽ സാബു ബ്രദറിൻ്റെ ധ്യാനത്തിന് പോയി. 2016 മാർച്ചിൽ കളത്തിപ്പടിയിൽ സാബു ബ്രദറിൻ്റെ ധ്യാനത്തിന് പോയി. 2 ദിവസം കഴിഞ്ഞ് യാതൊരു മാറ്റവും ഇല്ല. 3-ാമത്തെ ദിവസം ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലാത്തത് കാരണം ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ സമയത്ത് സാബു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ള ഒരു വ്യക്തി ഇവിടെ ഇരുന്ന് മാനസികമായിട്ട് വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി വരുന്ന കുർബാനയുടെ മധ്യത്തിൽ ഈശോ അവർക്ക് സൗഖ്യം നൽകും, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തുടർന്ന് അച്ഛൻ കുർബാനയുടെ മധ്യത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു,
ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നതിന് മുന്നേ വിശുദ്ധ സിസിലിയുടെ, ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ നാമം ഉപേക്ഷിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. കുർബാന സ്വീകരണത്തിൻ്റെ സമയമായി. കുർബാന സ്വീകരിച്ച് ഞാൻ ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു കട്ടിയുള്ള ഒരു സാധനം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊന്ന് പ്രാർത്ഥിച്ചോ പറഞ്ഞോ ഒന്നുമില്ല. പക്ഷെ കുർബാന കഴിഞ്ഞതിന് ശേഷം പയ്യെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം സാക്ഷ്യം പറയണമെന്ന് തോന്നി. ഞാൻ ബ്രദറിൻ്റെ അടുത്ത് സാക്ഷ്യം ഇങ്ങനെ സ്റ്റേജിൽ കയറി പറഞ്ഞു, ഇങ്ങനെ ശബ്ദം പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ പുതിയൊരു വോക്കൽ കോഡ് ഈശോ നിനക്ക് തന്ന് നിന്നെ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ശബ്ദത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ധാരാളം ഒത്തിരി വേദികളിൽ പാട്ടുപാടി ഈശോയെ മഹത്വപ്പെടുത്താൻ എനിക്ക് അവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹമാണ്. ഈ മകളുടെ നിർജ്ജീവമായി പോയ വോക്കൽ കോഡ് യേശു തൊട്ട് സൗഖ്യപ്പെടുത്തി. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചപ്പോൾ ദിവ്യകാരുണ്യ തൊണ്ടിലൂടെ ഇറങ്ങുമ്പോൾ നടന്ന ഒരു അത്ഭുതമായ സൗഖ്യമാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഈ മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. യേശുവിന് വേണ്ടി ഒത്തിരി പാടത്തെ കരമുയർത്തി ഒന്ന് സ്തുതിച്ച് മകളെ അനുഗ്രഹിച്ച് ഒന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. യേശു ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ മകളെ അനുഗ്രഹിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് പാടട്ടെ യേശുവിന് വേണ്ടി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ.